ആദാബ്, നമസ്കാർ, അസ്സലാമു അലൈക്കും. ഭാരതീയതയുടെ പ്രതീകാത്മകമായ ഒരു വാക്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ അഭിസംബോധന രീതി നമുക്ക് കാണിച്ചു തന്നത് 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് വിട പറഞ്ഞ മഹാനായ ഗസൽ ഗായകൻ ജഗജീത് സിംഗ് സാഹിബിൻ്റെ ശൈലിയാണ്. അതാണ് ഭാരതത്തിൻ്റെ സംസ്കാരം. ഭാരതീയത എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ സംസ്കാരമാണ്. ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് ഭാരതീയ സംഗീതമാണ് എന്നുള്ളതാണ്. നാം അനുഭവിച്ചറിയുന്നതും കണ്ടറിയുന്നതും കേട്ടറിയുന്നതും അതൊക്കെ തന്നെ. ബക്രീദ്, ഹോളി, ദീപാവലി, ക്രിസ്തുമസ്, റംസാൻ ഉൾപ്പെടെ ഒട്ടനവധി ആഘോഷങ്ങൾ ഭാരതത്തിൽ 28 സംസ്ഥാനങ്ങളിലായി 2000-ൽ പരം ജാതിമത അനുഷ്ഠാന ആചാരങ്ങൾ, 2000-ഓളം ഭാഷകൾ. ഈ വൈവിധ്യം ലോകത്തൊരു രാജ്യത്തുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഈ വൈവിധ്യങ്ങളെ ഏകോപിച്ച് കൊണ്ടുപോകുന്നത് ഭാരതീയ സംഗീതമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രമുഖമായിട്ടുള്ള 3 ശാഖകൾ: തെക്കേ ഇന്ത്യൻ സംഗീതം എന്നറിയപ്പെടുന്ന കർണാടക സംഗീതം, കിഴക്കേ ഇന്ത്യൻ എന്നറിയപ്പെടുന്ന രബീന്ദ്ര സംഗീതം, പിന്നെ വടക്കേ ഇന്ത്യൻ സംഗീതം എന്നറിയപ്പെടുന്ന ഹിന്ദുസ്ഥാനി സംഗീതം. ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ഒട്ടനവധി കൈവഴികളിൽ ഒന്നാണ് ഗസൽ. 48 വർഷങ്ങളായിട്ട് ഈ സ്നേഹസങ്കീർത്തനങ്ങളുമായിട്ടുള്ള എൻ്റെ യാത്രയിൽ ഈ ബക്രീദ് ദിനത്തിൽ ദർശന ടി വിയിലൂടെ ഞാൻ നിങ്ങളുമായി സംവദിക്കുകയാണ്. എല്ലാവർക്കും ബക്രീദ് ആശംസകൾ നേർന്നുകൊണ്ട് ജഗജീത് സിംഗ് സാഹിബിൻ്റെ ഓർമ്മ കുറിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനോഹരമായൊരു നസം ആലപിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. बात निकलेगी तो फिर दूर तलक लोग बेवजह उदासी का सबब पूछेंगे और ये भी पूछेंगे कि तुम इतने परेशान क्यों. सुनेंगे. बात निकलेगी तो फिर दूर तलक जाएगी. लोग बेवजह उदासी का सबब पूछेंगे. लोग बेवजह
उदासी का सबब पूछेंगे, ये भी पूछेंगे कि तुम इतनी परेशान क्यों हो। उंगलियां उठेंगे सूखे हुए बालों की तरफ, उंगलियां उठेंगे सूखे हुए बालों की तरफ, एक नजर देखेंगे गुजरे हुए सालों की तरफ, झूड़ियों पर भी कई तंज किए जाएंगे, कांपते हाथों पे भी फिक्रे कसे जाए। लोग जालिम लोग जालिम है, हर एक बात का ताना देंगे, बातों बातों में मेरा जिक्र भी ले आएंगे, उनकी बातों का जरा सा भी असर मत लेना, वरना चेहरे के तासुल से समझ जाएंगे। चाहे कुछ भी हो, कुछ भी हो, चाहे कुछ भी हो, सवालात ना करना उनसे, चाहे कुछ भी हो, सवालात ना करना उनसे, मेरे बारे में कोई बात न करना उनसे। बात निकलेगी तो दूर तलक जाएगी। ഉസ്താദ് के साथ ബോംബെയിൽ അമ്പലത്തിലും പള്ളികളിലൊക്കെ എന്നെ കൊണ്ടുപോകുമായിരുന്നു. ഞാൻ വേറൊരു ലോകത്തായിരുന്നു. പക്ഷെ പുള്ളിയുടെ കൂടെ ഇങ്ങനെ പോകാമെന്നുള്ളത്. അദ്ദേഹം കൂട്ടമായിട്ട് മറ്റ് ശിഷ്യഗണങ്ങളും പിന്നെ ഞാൻ അല്പം പാടുന്നത് കൊണ്ട് എനിക്കൊരു പ്രത്യേക പരിഗണനയൊക്കെ തന്നിരുന്നു. ആ ഭജൻ സിംഗ് സാബ് ഇവിടെ കൊച്ചിയിൽ വന്നപ്പോൾ തുടങ്ങിയത് അതിലാണ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് തുടക്കത്തിൽ ഇത്രയും പറയുന്നത്, വേദന നമ്മുടെ മനസ്സുകളിൽ എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? എല്ലാ വികാരങ്ങളും പോലെ വേദന എന്ന് പറയുന്ന വികാരം മറ്റ് തലങ്ങളിലാണ് ആ വേദന നമ്മൾ
സ്വീകരിക്കുക. ജഗദീഷ് സിംഗ് സാഹിബിൻ്റെ പേര് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനകത്തൊരു വേദനയാണ് ആദ്യം. കാരണം ഇത്രയും ദുഃഖം അനുഭവിച്ചൊരു ഗായകൻ വേറെ കണ്ടെത്താൻ ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ ദുഃഖങ്ങൾക്കിടയിലൂടെ തന്നെ ജനങ്ങളെ സാന്ത്വനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും അദ്ദേഹം സമയം കണ്ടെത്തി എന്നുള്ളതാണ് എന്നെ വല്ലാതെ ആകർഷിക്കുന്നൊരു വിഷയം. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഇതിനെ നമ്മൾ ഒരുപാട് കാലത്തെ സിനിമകളിലൊന്നും അതില്ലെങ്കിലും കുറെ മുമ്പ് 50കൾ 40 കമ്പളൊക്കെ തൊട്ട് റഫി സാഹബ് മന് തടുപ്പത്ത് ഹരി ദർശന കോ ആജ് മാൾക്കോൺസ് രാഗത്തിൽ മഹാരഥന്മാരായിട്ടുള്ള 3 വ്യക്തിത്വങ്ങൾ ഷക്കീൽ ബദായിനി സാഹിബിൻ്റെ കവിത, നൗഷാദ് സാഹിബിൻ്റെ സംഗീതം, റഫി സാഹിബിൻ്റെ ആലാപനം. മാൾക്കോൺസ് രാഗത്തിൽ വിലമ്പത്ത് താളത്തിലാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആ ഭജന വെല്ലാൻ മറ്റൊരു ഭജൻ ഇന്ത്യൻ ചലച്ചിത്ര സംഗീത രംഗത്തില്ല എന്ന് ഉറക്കെ പറയാൻ പറ്റും. സംഗീതം പഠിച്ചെങ്കിലേ അത് ആലപിക്കാൻ പറ്റൂ. അതുപോലെ തന്നെ ദുനിയാന ഭായ മോഹെ ഒരുപാട് ഭജനുകൾ. ഇന്നത് പ്രസക്തമാകുന്നത് അങ്ങനൊരു സംഭവം ഇന്നത്തെ സിനിമകളിലൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. മദനി രേ ഗരെ സ. ഓം നമഃ ശിവായ. 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 गाइए सर. नमः शिवाय. ओम 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 नमः शिवाय.
ഓം നമഃ ശിവായ, 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 നമഃ ശിവായ. ബക്രീദിൻ്റെ സാഹചര്യങ്ങളിൽ എൻ്റെ വടക്കേന്ത്യൻ ജീവിതത്തിൽ പല ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗുരുജിയായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും ഊഷ്മളമായ സന്തോഷകരമായ അവസ്ഥാവിശേഷങ്ങൾ. അതിൽ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പുണ്യദിനങ്ങളിൽ ഉണ്ടാകുന്ന ചില അനുഭവങ്ങളിലൊന്ന് ബക്രീദിൻ്റെ കാലഘട്ടത്തിൽ ദർഗകളിൽ ഗംഭീര സംഗീത പരിപാടികൾ 17 ദിവസം അവിടെ എന്നെ കൊണ്ടുപോകായിരുന്നു. അപ്പോൾ നമ്മൾ കൂടെ പാടുന്ന പരിപാടികളാണ്. അപ്പം അതിൽ മനോഹരമായൊരു മുസ്ലിം ഭക്തിഗീതം. സാരേ വാ ഗരെ ഗരെ നീ പനി രെ ഗരെ हाजियो तुम मदीने जाकर नबी से मेरा सलाम कहे. हाजियो तुम मदीने जाकर नबी से मेरा सलाम कहो, इसे मेरा सलाम कहो. हर आदमी का अजीज हो तुम, हर उम्मती का रकीब हो तुम. हर आदमी का अजीज हो तुम, हर उम्मती का रकीब हो तुम. ये हाजियो तुम मदीने जाकर नबी से मेरा सलाम कहो. मदीने जाकर नबी से मेरा सलाम कहो, नबी से मेरा सलाम कहो, नबी से मेरा सलाम कहो. ഈ ഗസൽ സംവേദനമാണ്, ചില സമയത്ത് സംവാദവുമാവും. അത്
അങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പ്. കാരണം സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പ്രശ്നങ്ങളിൽ നേരിട്ട് കവിതയിലൂടെ കവികൾ ഇടപെടുന്നൊരു സമ്പ്രദായം പ്രണയിനിയോട് മാത്രമല്ല, പ്രിയപ്പെട്ടതിനോടെല്ലാം. എൻ്റെ ദേശം, എൻ്റെ രാജ്യം എനിക്ക് പ്രിയപ്പെട്ടതാണ്. അങ്ങനെ ഞാൻ അതിൻ്റെ ചില വശങ്ങളിലേക്ക് കടന്നാൽ, മുഗൾ ഭരണത്തിൻ്റെ അവസാനത്തെ ചക്രവർത്തി അദ്ദേഹം എഴുതിയ കവിത വളരെ വൈകിയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏറ്റവും വലിയ ആയുധം ഈ തൂലികകളാണ്, അതുകൊണ്ട് ഇവരെയൊക്കെ പിടിച്ചകത്താക്കിയേ പറ്റൂ. ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഞാൻ പറയുന്നത്. ലഗതാ നഹീ ജീ മേരാ ഉജടേ ദയാർ മേ ലഗതാ നഹീ ജീ മേരാ. ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടുപോയിട്ടില്ല സാധനം അല്ലേ? ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞു വരുന്നു. അങ്ങനെ ചരിത്രങ്ങൾ പരിശോധിച്ച് വരുമ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതം ആണല്ലോ ഗസലിൻ്റെ തറവാട്, ഉറവിടം. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഒരുപാട് കൈവഴികളുണ്ട്. ധ്രുപ്പദ്, ധമാർ, മുജ്റ, മുഖട, ഗസൽ, ഗീത്, ഖയാൽ, ഖവാൽ, ദാദ്ര, ടപ്പ, നസം, ഷേർ, ഇങ്ങനെ ഇതെല്ലാം വ്യത്യസ്തങ്ങളാണ്. ഇതിനെല്ലാത്തിനും തന്നെ ഇതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുമുണ്ട്. ആലാപന നിയമങ്ങൾ, താളവാദ്യങ്ങളുടെ നിയമങ്ങൾ, പ്രയോഗങ്ങളുടെ നിയമങ്ങളൊക്കെ പലതും ഇപ്പോൾ നാശത്തിൻ്റെ വക്കിലാണ്. ചിലതൊക്കെ നശിഞ്ഞു. ധാഗർ കുടുംബമാണ് ധ്രുപ്പദ് എന്ന് പറഞ്ഞ ഈ സംഭവത്തെ കൂടുതൽ പ്രചരിപ്പിച്ചിരിക്കുന്നത്. ധ്രുപ്പദ് എന്നത് ഹിന്ദു ഭക്തിഗീതമാണ്. രുദ്രവീണയാണ് എൻ്റെ സ്വരവാദ്യം, പക്വാജാണ് അതിൻ്റെ താളവാദ്യം, ഇതിൻ്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയാം തബല. അത് മുറിഞ്ഞാണ് തബല ഉണ്ടായെന്നൊക്കെ ഒരു ഐതിഹ്യമാണെന്നും യാഥാർത്ഥ്യം എന്നൊക്കെ പറയുന്നുണ്ട്. സംസ്കൃതമാണ് അതിൻ്റെ ഭാഷ, അതാണ് എൻ്റെ വ്യക്തിത്വം, ഗാംഭീര്യമാണ്. അത് തൊട്ടിങ്ങോട്ട് ഷേർ വരെ അതിൽ ഇന്നും എന്നും അവസാനിക്കാതെ നിലനിൽക്കുന്ന ഒരു ശാഖയാണ് ഗസൽ. ക്യോങ്കി ഇസ്മേ ജിന്ദഗി ഹേ, കാരണം ഇതിൽ ജീവിതമുണ്ട്, ജീവിതമാണ് പ്രധാനം. എൻ്റെ മാർഗദർശനം ഗസൽ കവിതകളാണ്, ഉറുദു കവിതകൾ. അതിശക്തമായ രീതിയിൽ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ വ്യക്തമായ ഭാഷയിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ അന്ന് കവികൾ തയ്യാറായിരുന്നു. ഇന്ന് കവികൾ തയ്യാറാകുന്നില്ല. അത് നിങ്ങൾ പരിശോധിക്കേണ്ട വിഷയമാണ്. എന്തുകൊണ്ട് തയ്യാറാകുന്നു അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. रूह जब वज्द में आए तो गजल होते हैं,